മറ്റൊരു വാർത്ത, കോഴിക്കോട് മുക്കത്തെ ലോഡ്ജ് ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ലോഡ്ജ് ഉടമയും അവിടുത്തെ മറ്റ് ജീവനക്കാരും ചേർന്ന് ശ്രമിച്ച സംഭവമാണ്. അതും അതിന്റെ ദൃശ്യങ്ങളടക്കം ഇന്ന് പുറത്തു വന്നു എന്നുള്ളതാണ്. ഈ പീഡനത്തിനിടെ ഈ പെൺകുട്ടി ഈ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു, മറ്റു മാർഗമില്ലാതെ. യുവതി ഫോണിൽ ഗെയിം കളിക്കുന്നതിനിടെയാണ് അതിക്രമമുണ്ടായത്. ലോഡ്ജ് ഉടമ ദേവദാസ്, ജീവനക്കാരായ റിയാസ്, സുരേഷ് എന്നിവരാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത് എന്ന കാര്യം വ്യക്തമായിട്ടുണ്ട്. ദേവദാസ് യുവതിയെ കടന്നു പിടിക്കുന്നതും യുവതി കുതറിമാറാൻ ശ്രമം നടത്തുന്നതും നിലവിളിക്കുന്നതും ദൃശ്യങ്ങളുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക്. ഞാൻ അങ്കിളാണ്, പേടിക്കണ്ട. അങ്കിൾ നിന്നെ സംസാരിക്കാന്ന്. ഒച്ചുണ്ടാക്കി നിന്നെ മാനം പോവും. ഒച്ചുണ്ടാക്കി നിന്നെ മാനം പോകും. ഞാൻ അങ്കിളാണ്, പേടിക്കണ്ട. അങ്കിൾ നിന്നെ സംസാരിക്കാന്ന്. ഒച്ചുണ്ടാക്കി നിന്നെ മാനം പോവും. ഒച്ചുണ്ടാക്കി നിന്നെ മാനം പോകും. പീഡന ശ്രമത്തിനിടെ പ്രാണരക്ഷാർത്ഥം ഈ പെൺകുട്ടി കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു. ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ആ പെൺകുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ പിടികൂടാത്തതിൽ വ്യാപക പ്രതിഷേധവും ആ മേഖലയിൽ ഉയരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. MS അനീഷ് കുമാറുണ്ട്. അനീഷ്, ആ ദൃശ്യങ്ങൾ സംസാരിക്കുന്ന തെളിവുകളായി മാറുകയാണ്. വളരെ കൃത്യമാണ് എന്ത് സംഭവിച്ചത് എന്ന കാര്യത്തിൽ. ഇനിയിപ്പോൾ മറ്റു തെളിവുകളുടെ ഒന്നും ആവശ്യമില്ലാത്ത വിധം ആ ഡിജിറ്റൽ തെളിവുകൾ അവിടെ നിലനിൽക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. പോലീസ് ഇതുവരെ എത്തിച്ചേർന്ന നിഗമനം എന്താണ്? രഞ്ജിത്ത്, കഴിഞ്ഞ 3 ദിവസം മുമ്പ് നടന്ന സംഭവമാണ്. പക്ഷേ ഇത്ര സമയം കഴിഞ്ഞിട്ടും ഈ പ്രതികളെ പിടികൂടാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. ഏറെ വേദനിപ്പിക്കുന്ന, ഏറെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ആ കുട്ടിയുടെ ഒരു ദീനവിലാപം നമുക്ക് കേൾക്കാം. ഒപ്പം അങ്കിളാണ്, പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഒച്ച വെച്ചാൽ ഇത് നാണക്കേടാവും എന്നൊക്കെ ഹോട്ടലിന്റെ ഉടമ പറയുന്ന കാഴ്ചകളും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. പക്ഷേ ഇത്രയധികം ശബ്ദിക്കുന്ന തെളിവുകൾ ഉണ്ടായിട്ട് പോലും കഴിഞ്ഞ 3 ദിവസമായി പോലീസ് ഈ പ്രതിയെ തിരയുന്നു, അല്ലെങ്കിൽ പ്രതികളെ തിരയുന്നു എന്ന ഒരു മറുപടിയാണ് നൽകുന്നത്. ഒപ്പം ഈ പ്രതികൾ ഒളിവിലാണ് എന്ന വിശദീകരണവും നൽകുന്നു. മറിച്ച് എങ്ങനെയും ഏത് വിധേനയും ഈ പ്രതികളെ കണ്ടുപിടിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നില്ല എന്നതാണ് ഏറെ ഞെട്ടിക്കുന്നത്. ഈ സംഭവമുണ്ടായ അന്ന് തന്നെ കൃത്യമായി ഈ പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിരുന്നു. അതിനുശേഷം തുടർച്ചയായ 3 ദിവസങ്ങളിലും പോലീസ് മൊഴിയെടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അല്പസമയം മുമ്പ് നമ്മൾ ആ കുട്ടിയുടെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടപ്പോൾ പറയുന്നത്. ആദ്യം ഒരു തവണ മൊഴിയെടുക്കുന്നു, രണ്ടാമത് കൂടുതൽ വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നു, മൂന്നാമത് മൊഴിയെടുക്കുന്നു. ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് ഒരു വനിതാ പോലീസുകാരിയും മറ്റു ഉദ്യോഗസ്ഥരും കൂടി പെൺകുട്ടിയെ കാണാൻ എത്തി മടങ്ങിയിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഇപ്പോഴും ചില സംശയത്തിന്റെ ഒരു ആനുകൂല്യം, അല്ലെങ്കിൽ ഒരു അനിശ്ചിതത്വമായി കാര്യങ്ങൾ നീട്ടിവെക്കുന്ന ഒരു നിലപാട് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഒരു സ്വകാര്യ ഹോട്ടലിലെ ജീവനക്കാരി, അവർ 3 ജീവനക്കാർ താമസിക്കുന്ന, 3 വനിതാ ജീവനക്കാർ താമസിക്കുന്ന ഒരിടമാണ്. ഹോട്ടലിൽ നിന്നും ഏതാണ്ട് 10-200 മീറ്റർ മാത്രം മാറിയാണ് ഈ ഒരു വാടകയ്ക്കെടുത്ത വീട്ടിലാണ് ഈ 3 ജീവനക്കാർ കഴിയുന്നത്. ആ ദിവസം, ഈ സംഭവം നടന്ന ദിവസം 2 വനിതാ ജീവനക്കാർ അവധിയിലായിരുന്നു, അവർ ഉണ്ടായിരുന്നില്ല. രാത്രി 11:30ക്കാണ് ഈ ഹോട്ടലിന്റെ, അല്ലെങ്കിൽ ലോഡ്ജിന്റെ ഉടമയും മറ്റു 2 ജീവനക്കാരുമായി അവിടേക്ക് ചെല്ലുകയും അതിൽ ഉടമ പെൺകുട്ടിയോട് അപമര്യാദയിൽ പെരുമാറാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ആ ദൃശ്യങ്ങൾ തന്നെ അത് വ്യക്തമാണ്. അതിനുശേഷം ഈ പ്രാണരക്ഷാർത്ഥം, അല്ലെങ്കിൽ ഇയാളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് മുകൾ നിലയിൽ നിന്നും താഴേക്ക് യുവതി ചാടുകയും ഗുരുതരമായ പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പെൺകുട്ടി ചികിത്സയിലാണ്. നെട്ടലിന് കാര്യമായ ക്ഷതമുണ്ട്, തകരാറുണ്ട്. അതിനുള്ള ചികിത്സകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നതെന്ന് കുടുംബം വ്യക്തമാക്കുകയും ചെയ്യുന്ന സാഹചര്യം. പക്ഷേ ഇപ്പോഴും എന്താണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഈ നടപടികൾ ഉണ്ടാവാൻ വൈകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് പ്രതികളെ രക്ഷിക്കാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് നടത്തുന്നു എന്നാണ് കുടുംബം പറയുന്നത്. വളരെ നിവൃത്തികെട്ടാണ് അവർക്ക് ഈ മൊബൈൽ ഫോണിലെ ദൃശ്യങ്ങൾ പോലും പുറത്തുവിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഹോട്ടൽ ഉടമയും
സ്ഥാപനത്തിലെ മറ്റ് ചില ജീവനക്കാരെയും ഒക്കെ ചേർന്ന് പുതിയ കഥകൾ പ്രചരിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുവെന്നും കുടുംബം പറയുന്നു. എന്തിന് ഈ പീഡിപ്പിക്കാനാണെങ്കിൽ ഒറ്റയ്ക്കല്ലാതെ എന്തിനും ജീവനക്കാരെയും കൂട്ടിയാണോ ഈ ഹോട്ടലിലേക്ക് പോകുന്നത് എന്നടക്കമുള്ള ചില ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഒരു സംശയത്തിന്റെ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. പക്ഷേ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി ഈ ഹോട്ടൽ ഉടമ മുന്നോട്ട് വെക്കുന്ന മുഴുവൻ വാദമുഖങ്ങളും പൊളിഞ്ഞു അടുങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇനി എന്തിനുവേണ്ടി പോലീസ് കാത്തിരിക്കുന്നു എന്ന ചോദ്യമാണ് ഏറ്റവും പ്രസക്തമാവുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർക്കടക്കം പരാതി നൽകാനുള്ള ഒരു തയ്യാറെടുപ്പിൽ കൂടിയാണ് കുടുംബം. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും ഇവർ ഒളിവിലാണ് എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. ഇവരെവിടുത്തെ നേരത്തെ അനീഷ് പറഞ്ഞ സമയത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്നവരാണ്. നേരത്തെ ഇത്തരം എന്തെങ്കിലും ആക്ഷേപം ഇവർക്കെതിരെ ഉയർന്നിരുന്നോ? ഇവർ ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു സംഭവമാണ്. ഇതൊക്കെ അറിയണമെങ്കിൽ ഒരുപക്ഷെ ഇവരെ ചോദ്യം ചെയ്യേണ്ടി വരും. പക്ഷേ എന്തായാലും ചില കാര്യങ്ങളൊക്കെ ഇവരിൽ നിന്ന് വ്യക്തമാകണമല്ലോ. മറ്റ് വനിതാ ജീവനക്കാരോട് ഇവരിത്തരത്തിൽ പെരുമാറിയിരുന്നോ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ പോലീസിന് ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതിൻ്റെയൊക്കെ അന്വേഷണത്തിലാണോ? ഒപ്പം ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ അല്പസമയത്തിനവിടെ എത്തും എന്നാണ് മനസ്സിലാകുന്നത്. അവരും ഈ പറഞ്ഞതുപോലെ ഈ പെൺകുട്ടിയുടെ ഈ സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരണങ്ങൾ നൽകുമല്ലോ. ഈ സ്ഥാപനത്തിലെ ജീവനക്കാർ പൂർണ്ണമായും തങ്ങളുടെ ഉടമസ്ഥനെ, അതായത് ഈ സ്വകാര്യ ലോഡ്ജിന്റെ ഉടമയെ സംരക്ഷിക്കുന്ന രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. 6 വനിതാ ജീവനക്കാരാണ് ഈ സ്ഥാപനത്തിലാകെ ജോലിയെടുക്കുന്നത്. അതിൽ 3 ജീവനക്കാരും ഈ കെട്ടിടത്തിൽ നിന്നും ചാടിയ പെൺകുട്ടിയുടെ ഒപ്പമാണ് താമസിച്ചിരുന്നത്. മറ്റ് 2 ജീവനക്കാരുമായി നമ്മളൊക്കെ ആശയവിനിമയം നടത്തുമ്പോഴും അവർക്കത്തരം ദുരനുഭവം ഈ ഉടമയിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടില്ല എന്നാണ് പറയാൻ കഴിയുന്നത്. ഒപ്പം ഈ പുറത്തു നിൽക്കുന്ന ഓരോ സമയവും ഈ ഇരയെ സ്വാധീനിക്കാനും ഇരയുടെ കുടുംബവുമായി ബന്ധപ്പെടാനൊക്കെയുള്ള പല വഴിയിലൂടെയുള്ള ശ്രമം നടത്തുന്നുണ്ട്. കാരണം എങ്ങനെയെങ്കിലും ഈ കാര്യങ്ങൾ ഒന്ന് ഒത്തുതീർത്ത് മുന്നോട്ട് പോകണമെന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ട് ഒരു വശത്ത്. അതിനാണ് പരമാവധി ഇയാൾ പുറത്തു നിൽക്കുകയും ഒരു വിലപേശൽ നടത്തുകയും ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യുക. മറുവശത്ത് നിയമപരമായ നടപടികൾ, മുൻകൂർ ജാമ്യം അടക്കമുള്ള നടപടികൾക്കായി ഇയാൾ നീങ്ങുന്നുമുണ്ട്. ഏറെ സമ്പന്നനായ ഒരാളാണ്. നേരത്തെ വർഷങ്ങളോളം കപ്പലിൽ ജോലി നോക്കിയായിരുന്നു. പിന്നീട് വലിയ സമ്പന്നനായി മാറുകയും അങ്ങനെയാണ് ഈ 4 സ്റ്റാർ സൗകര്യങ്ങളുള്ള ഈ ഒരു ലോഡ്ജിംഗ് സംവിധാനത്തിലേക്ക് തിരികുകയും ചെയ്തത്. അതുകൊണ്ട് പുറത്തു നിൽക്കുന്ന ഓരോ നിമിഷവും ഇതെങ്ങനെ കേസ് അട്ടിമറിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഇരയെ സ്വാധീനിക്കാൻ എങ്ങനെ കഴിയും, നിയമ നടപടിക്രമങ്ങൾ വഴി എങ്ങനെ മുന്നോട്ട് പോകാം എന്നടക്കമുള്ള കാര്യങ്ങൾ ഇയാൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യ 2 ദിവസവും ഈ പ്രതികൾ മറ്റുള്ളവരുമായി ഫോണിൽ വിളിച്ചാൽ ബന്ധപ്പെടുകയും തങ്ങൾ ഒളിവിലല്ല, വിശദമായ വിവരങ്ങൾ വാർത്താ സമ്മേളനം വിളിച്ച് പുറത്തു പറയും, അതിനുള്ള ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്നൊക്കെ അവകാശപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീടാണ് ഈ കേസിന്റെ ഒരു ഗൌരവ സ്വഭാവം മാറുകയും ഈ പെൺകുട്ടിയുടെ കുടുംബം പൂർണ്ണമായും ആ പെൺകുട്ടിയോടൊപ്പം ഉറച്ചു നിൽക്കുകയും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് യുവതി അറിയിക്കുകയും ചെയ്തു. അതുകൂടിയാണ് ഇയാളുടെ ഒത്തുതീർപ്പ് ശ്രമങ്ങൾ ഏതാണ്ട് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതോടുകൂടിയാണ് ഇയാൾ ഒളിവിലേക്ക് പോകുന്നത്. ഒരുപക്ഷെ ആദ്യ മണിക്കൂറുകളിൽ ഈ പ്രതികളിലേക്ക് പോലീസിനെത്താൻ വളരെ എളുപ്പമായിരുന്നു. പലരോടും ഫോണിൽ വിളിക്കുമ്പോഴൊക്കെ ഇയാൾ വിശദീകരണം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യ മണിക്കൂറുകൾ നഷ്ടപ്പെടുത്തി പെൺകുട്ടിയുടെ വാക്കുകളെ പൂർണ്ണമായും വിശ്വസിക്കാതെ ഈ പ്രതിയുടെ ഭാഗത്തുനിന്നുള്ള ചില വിശദാംശങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തി ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരുന്നു എന്നൊരു സംശയമാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ പെൺകുട്ടിയെ മൊഴിയെടുക്കാൻ നിൽക്കുകയും ഈ പെൺകുട്ടി ഓരോ കാര്യങ്ങളും കൃത്യമായി വിശദീകരിച്ച് നൽകിയ ശേഷം മാത്രം ഒരു നടപടികളിലേക്ക് നീങ്ങാമെന്നൊരു നിലപാട് പോലീസ് സ്വീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യം. എന്തായാലും ഈ പുതിയ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടുകൂടി വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. യുവജന സംഘടനകളൊക്കെ ഇന്ന് തന്നെ ഈ മുക്കം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് 4 മണിക്ക് മാർച്ച് നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മറ്റ് സംഘടനകളുമൊക്കെ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരുക്കമാണ്. എന്താണ് ഈ പോലീസിന് ഈ കേസിൽ നടപടിയെടുക്കുന്നതിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നതെന്ന ചോദ്യമാണ് എല്ലാ കോണുകളിൽ നിന്നും ഉയരുന്നത്. കേരളത്തെ തന്നെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. ഒരു പെൺകുട്ടി എന്നെ ഒന്നും ചെയ്യരുതെന്ന് വിലപിക്കുന്ന ഒരു ദൃശ്യങ്ങൾ. ഒപ്പം മറുവശത്ത് വേട്ടക്കാരനായി ചെല്ലുന്ന ആ ഉടമ ആയ ആൾ തന്നെ മാനം പോകും എന്ന് പറയുന്നു. ഇയാൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ 3 മാസം മുമ്പാണ് ഈ കുട്ടി കണ്ണൂർ സ്വദേശിയാണ് ഈ സ്ഥാപനത്തിൽ ജോലിക്ക് പ്രവേശിച്ചത്. അന്നു മുതൽ തന്നെ ഇയാൾ പല രീതിയിലുള്ള പ്രലോഭനങ്ങളൊക്കെ ആയി ഒപ്പം ഒരു കരുതലൊക്കെ നൽകാനെന്ന് ഉള്ള രീതിയിലൊക്കെ പെൺകുട്ടിയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്താനുള്ള ഒരു നീക്കം നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഇയാളുടെ ഒരു
ഇംഗിതം തിരിച്ചറിഞ്ഞ യുവതി സമർത്ഥമായി ഇയാളുടെ വലയിൽ നിന്നും ഒഴിഞ്ഞു മാറാനുള്ള നീക്കങ്ങൾ നടത്തുകയും ഒരു തൊഴിലുടമ എന്നതിലപ്പുറമുള്ള ഒരു തരത്തിലുമുള്ള ബന്ധത്തിലേക്ക് പോകാതിരിക്കാനുള്ള കൃത്യമായ ജാഗ്രത പുലർത്തുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ മധുരവാക്കുകൾ പറഞ്ഞു അടുത്തുകൂടിയപ്പോൾ അകന്നു മാറുന്ന ഒരു പ്രവണത കണ്ടു. അതുകൂടിയാണ് ഭീഷണിയുടെ സ്വരത്തിലേക്ക് വീണത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഈ യുവതിക്ക് ഇയാൾ അയച്ച വാട്സാപ്പ് ചാറ്റുകളുടെയും മറ്റുമൊക്കെ രേഖകൾ അവരുടെ കൈവശമുണ്ട്. ഈ പെൺകുട്ടിയെ നിരന്തരം പ്രലോഭനത്തിൽ അകപ്പെടുത്താനുള്ള ഒരു നീക്കം പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതടക്കമുള്ള തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടും. ഒപ്പം നിലവിൽ നടക്കുന്ന അന്വേഷണത്തെക്കുറിച്ച് ഒട്ടും തൃപ്തകരമല്ലാത്ത ഒരു സാഹചര്യമാണ് കുടുംബത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ പരാതി നൽകും. കേസിലെ അന്വേഷണം ഊർജിതമാക്കുക, പ്രതികളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുക എന്ന ആവശ്യവുമായി മുന്നോട്ട് പോവുകയും ചെയ്യും എന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും കുടുംബം പോലീസിനെ കൂടുതലായി സമീപിക്കാനുള്ള നീതി കിട്ടണമെന്നുള്ള ആവശ്യത്തിലാണ്. പക്ഷേ പോലീസിന്റെ നിസ്സംഗത അവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടുന്നുമുണ്ട്. എം എസ് സനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.